പ്രിയാ പ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാനി അജയൽ സമദർശന. അപ്പം നമുക്ക് എങ്ങനെയുള്ള മനസ്സ് വേണം? സമബുദ്ധിയുള്ളൊരു മനസ്സ് നേടിയെടുക്കണം. ഒരേപോലെയുള്ളൊരു മനസ്സ്. സമബുദ്ധിയുള്ള മനസ്സെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഖം വന്നാലും ദുഃഖം വന്നാലും അതിനെങ്ങനെ നമ്മൾ കാണണം? ഭഗവാൻ. ഒരിക്കലും സമബുദ്ധി വരില്ല. സമബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, ഞാൻ ആവർത്തിക്കുകയാണ് ഈ പ്രയോഗം. അതായത് സുഖവും ദുഃഖവും ഒരുപോലെ ആവില്ല. ഉണ്ടോ? ആവോ? നിങ്ങൾക്ക് ഒരു മധുരപലഹാരവും തന്നിട്ട് ചെകിടത്തൊന്നും അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ, ഗീതയും ഭാഗവതമൊക്കെ കേട്ടിരിക്കുകയാണ്, മധുരം തരുന്ന സമയത്ത് മുഖത്തുണ്ടാവുന്ന പുഞ്ചിരി ഒന്നുകൊണ്ട് തരുന്ന സമയത്ത് നിലനിൽക്കുമോ? വരില്ല. സുഖവും ദുഃഖവും ഒരുപോലെ ആവില്ല. ദുഃഖം വരുമ്പോൾ വേദന വരും, സുഖം വരുമ്പോൾ സന്തോഷം വരും. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. മനസ്സിലത് പ്രതിഫലിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വസ്തുക്കൾ തന്നാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും. ഒരിക്കലും സമബുദ്ധി എന്ന് പറയുന്നത് ഒരുപോലെ മനസ്സ് എല്ലാം ഒരുപോലെ കാണുന്നു എന്നല്ല. നമ്മുടെ മനസ്സിനൊരിക്കലും സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെയാക്കാൻ സാധ്യമല്ല. പക്ഷെ നമുക്കൊന്ന് ചെയ്യാം. സുഖം വരുമ്പോഴും അത് ഭഗവാന്റെ പ്രസാദം എന്ന് പറയുമ്പോൾ സന്തോഷം വരും. പക്ഷെ നമുക്ക് അഹങ്കാരം വരില്ല. എൻ്റെ കഴിവ് കൊണ്ടെന്ന് വരില്ല. അവിടെ ആരുടെ കഴിവ്? ഭഗവാന്റെ അനുഗ്രഹമാണ്. ദുഃഖം വരുമ്പോഴും ഉടനെ തന്നെ വേദന വരും, വിഷമം വരും. പക്ഷെ ഉടനെ നമ്മുടെ മനസ്സിൽ പറയാം, ഇത് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മം തിരിച്ചു വന്നതാണ്, ഭഗവാന്റെ പ്രസാദമാണ്, ഞാൻ പ്രതിഷേധിച്ചിട്ടും ദുഃഖിച്ചിട്ടും കാര്യമില്ല. അപ്പം നമ്മുടെ മനസ്സിനെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? സമനിലയിലേക്ക് കൊണ്ടുവരാം. ഇതിനെയാണ് സമബുദ്ധി എന്ന് പറയുക. ഇത് അദ്ദേഹം നേടിയെടുത്തു എന്നാണ്. എങ്ങനെയാണ് നേടിയെടുത്തത്? തപസാ വിദ്യയാ പക്ക കഷായോ നിയമൈ യമൈ യുയുജേ ബ്രഹ്മണി ആത്മാനം വിജിതാത്മനിലാശയാ. പെട്ടെന്ന് വരുമോ ഇതൊക്കെ? തപസാ. എന്ത് വേണം അതിന്? തപസ് ചെയ്യണം. തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റോട്ടിൻ്റെ നടുക്ക് നിന്ന് നിൽക്കുക എന്നല്ല അർത്ഥം. തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരന്തരം ഇത്തരം വിചാരങ്ങളിൽ മനസ്സ് വ്യാപരിപ്പിക്കണം. നമ്മുടെ ചിത്തത്തിൽ കൂടെ ഭഗവാനാണുള്ളത് എന്ന കാര്യം അടിച്ചുറപ്പിക്കണം. നമ്മൾ ആഴത്തിൽ 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 ഉറപ്പിക്കണം. അങ്ങനെ നമ്മൾ ദൃഢമായി അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് അനുഭവം വരുമ്പോഴും ഉള്ളിൽ നിന്ന് പൊങ്ങി വരണം. എന്ത്? കൂടെ ഭഗവാനുണ്ട്, ഇത് ഭഗവാന്റെ പ്രസാദമാണെന്ന് ഓർമ്മിപ്പിക്കണം. ആ ഓർമ്മ വരുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് തപസാ വിദ്യ. അതിനെന്ത് വേണം? എന്ത് വേണം? വിദ്യ വേണം, അറിവ് വേണം. ഇപ്രകാരം നേമൈ യമൈ യുജിതേ ബ്രഹ്മണി ആത്മാനം. തൻ്റെ മനസ്സിനെ ഭഗവാനുമായി ഭഗവാനുമായി യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ക്രമേണ മനസ്സിനെ ഉറപ്പിച്ചു. എന്നിട്ടോ ആസ്തേ സ്ഥാണുരുവൈകത്ര ദിവ്യം വർഷശതം സ്ഥിര. കുറേ കാലം അങ്ങനെ തപസ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാനിലേക്ക്, സാക്ഷിണം വിരരാമ, സാക്ഷിയായിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിഞ്ഞുകൊണ്ട് സാക്ഷാൽ ഭഗവതോക്തേന ഗുരുണാ ഹരിണാ നൃഭ വിശുദ്ധ ജ്ഞാനദീപേന സ്ഫുരതാ വിശ്വതോ മുഖം. അദ്ദേഹം ഗുരുവായി വരിച്ചത് മറ്റാരെയുമായിരുന്നില്ല, തൻ്റെ ആത്മാവായ ഹരിണാ ഗുരു. ആരെ തന്നെ ഗുരുവാക്കി എടുത്തു? ഭഗവാനെ തന്നെ. ഞാൻ നിങ്ങളോട് 3 കാര്യങ്ങൾ പറയണ്ടായി. ഭഗവാനെ നമ്മൾ 3 രൂപത്തിൽ കാണണമെന്ന്. 1, ഗുരുവായി കാണണം. 2, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി കാണണം. ആ ചൈതന്യത്തിലേക്ക് എത്താൻ, മനസ്സിനെ സമബുദ്ധിയിലേക്ക് എത്തിക്കാൻ ഭഗവാനെ ഒരു ഉപാസനാമൂർത്തിയായിട്ട് നമ്മൾ കാണണം. ഇപ്രകാരം അദ്ദേഹം കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടെ എത്തിച്ചേർന്നു? പരേ ബ്രഹ്മണി ച ആത്മാനം പരം ബ്രഹ്മതദാത്മനി വീക്ഷ്യമാണോ വിഹായക്ഷം അസ്മാൽ ഉപരരാമ. തൻ്റെ മനസ്സ് ബ്രഹ്മണി, പരേ ബ്രഹ്മണി, പരം ബ്രഹ്മ ആത്മനി വീക്ഷ്യമാണോ. തൻ്റെ മനസ്സുകൊണ്ട് ആ ഭഗവാനെ കണ്ട് അവസാനം ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിച്ചു എന്നാണ്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ പറയുമ്പം ഒരു കഥ പറയും. വേട്ടാളനെ പോലെ എന്ന് പറയും. കാട്ടാളനെ കേട്ടിട്ടുണ്ട് സ്വാമി? അല്ലെ, ഈ വേട്ടാളൻ എന്ന് പറഞ്ഞാൽ കടൽനെല്ലിൻ്റെ കൂട്ടത്തിൽപ്പെട്ടൊരു സാധനമാണ്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കാണാം മണ്ണിൻ്റെ ഒരു കൂടാരം. അപ്പോൾ ഈ വേട്ടാളന് കുട്ടികളുണ്ടാവില്ല അത്രേ. അപ്പോൾ വേട്ടാളൻ എന്ത് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പുഴുവിനെ, പൂമ്പാറ്റകളുടെയൊക്കെ പുഴുവിനെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് അതിൻ്റെ പശ കൊണ്ട് ഉറപ്പിച്ചു വയ്ക്കും. എന്നിട്ട് മണ്ണ് കൊണ്ടൊരു കൂടാരം ഉണ്ടാക്കും ഈ പുഴുവിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരറ്റം മാത്രം തുറക്കും. അങ്ങനെ വേട്ടാളൻ ആ ഓട്ടയുടെ മുന്നിൽ, ദ്വാരത്തിൻ്റെ മുന്നിൽ നിൽക്കും. പാവം പുഴു അവിടെ നിന്ന് പതുക്കെ അരിച്ച് പുറത്തേക്ക് കിടക്കാൻ നോക്കുമ്പോൾ ഒരു കുത്തു വെച്ച് കൊടുക്കും അതിനെ.
വേദന കൊണ്ടത് പെടയും, അകത്തേക്ക് വലിയും. അങ്ങനെ വേട്ടാളൻ കുത്തി കുത്തി ഈ പുഴു വേട്ടാളനെ നോക്കി 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 ഒരു ദിവസം കൂട് പൊട്ടിച്ചിട്ട് വരുന്നത് വേട്ടാളനാവും. തരക്കടലിലുള്ള സ്വാമി ബിസിനസ് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഓരോന്നാവുന്നത്. തീവ്രവാദികളുടെ കൂടെ കൂടി 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 ചിലർ തീവ്രവാദികളാവുന്നു, ചിലർ മിതവാദികളുടെ കൂടെ കൂടി കൂടി മിതവാദികളാകുന്നു, രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടി രാഷ്ട്രീയക്കാരാവുന്നു, സത്സംഗികളുടെ കൂടെ കൂടി ചേർന്ന് സത്സംഗികളാകുന്നു. ചിലർക്ക് ഒരു സംഘമില്ല, കാരണം അവരാരുടെ കൂടെയും കൂടുന്നില്ല. ഇങ്ങനെ നമ്മൾ ആരുടെ ഇതിലാണോ സംഘം വയ്ക്കുന്നത് അതായിത്തീരും. ഇദ്ദേഹം ബ്രഹ്മണി ഭഗവാനോട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കൂട്ടിച്ചേർത്തപ്പോൾ അദ്ദേഹം അവസാനം ആരായിത്തീർന്നു? ഭഗവാനായിത്തീർന്നു. ഭഗവാനിലേക്ക് തന്നെ മനസ്സ് തിരിച്ചപ്പോൾ ഗീതയിൽ അവസാനം ഇതാണല്ലോ. ഗീതയിൽ 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറയാം, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്ധകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. വീണ്ടും പറയും, ആരാണോ അർജുന എന്നെ തന്നെ എൻ്റെ മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് കളേഭരം ശരീരം വിടുന്നത് മാമീഷ്യസി എന്നെ പ്രാപിക്കും എന്നൊക്കെ ഭഗവാൻ പറയുന്നത് ഇദ്ദേഹത്തിന് അനുഭവബോധ്യമായി. ഏതായാലും അദ്ദേഹം ശരീരോപേക്ഷിച്ചു, അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് ലയിച്ചു. ആ സമയത്ത് തൻ്റെ പതിയെ കണ്ട് പതിം പരമധർമ്മജ്ഞം വൈദർഭീ മലയധ്വജം പ്രേംണ പരിചരദ്വിത്വാ ഭോഗാൻ സാ പതിദേവത. തൻ്റെ ഭർത്താവ് ശരീരം ഉപേക്ഷിച്ചത് കണ്ടത് ആ ഭർത്താവിൻ്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് ആത്മാനം ശോചതീദീനം അബന്ധും വിക്ലവാശ്രുഭി സ്നാനാവസിച്ച വിപിനേ സ്വസ്വരം പ്രരോദസ. തൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് കൊണ്ട് ഉറക്കക്കരഞ്ഞു അവിടെ വെച്ചിട്ട്. ഉത്തിഷ്ട ഉത്തിഷ്ട രാജർഷേ ഇമാമുദിതമേഖലാം ദസ്വിക്ഷത്രബന്ധുഭ്യോ ബിഭ്രതിം പാതുമർഹസി. എണീക്കു രാജൻ, എണീക്കു രാജൻ, എനിക്ക് അങ്ങല്ലേ ഉള്ളൂ, ഈ പ്രജകൾക്കൊക്കെ അങ്ങല്ലേ ഉള്ളൂ, ഞങ്ങളെയൊക്കെ കൈവിട്ടുകൊണ്ട് അങ്ങ് പോവാൻ പാടോ എന്നൊക്കെ മരിച്ചു കിടക്കുന്ന രാജാവിൻ്റെ ശരീരത്തിനടുത്തിരുന്ന് ആര് കരയാൻ തുടങ്ങി? ഭാര്യ കരയാൻ തുടങ്ങി. രണ്ടുപേരും പോയത് വാസ്തവത്തിൽ തപസ് ചെയ്യാനൊക്കെയാണ്. പക്ഷേ രാജാവ് നേരത്തെ ശരീരം വിട്ടു. രാജാവ് മനസ്സിനെ ഉയർത്തിയതുപോലെ ആരും ഉയർത്തിയില്ല, ഭാര്യ ഉയർത്തിയില്ല. ശരീരത്തെ നോക്കിക്കൊണ്ട് കരയാൻ തുടങ്ങി. അപ്പോൾ നോക്കൂ, ഓരോരുത്തരുടെ ഈ കരച്ചിലുണ്ടല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ കരയണം. നമുക്ക് വിചാരിക്കും സ്നേഹം കൊണ്ടാണെന്ന്. വാസ്തവത്തിൽ രാജാവിനെക്കുറിച്ച് കരയേണ്ട ഒരാവശ്യമില്ല. ഉണ്ടോ? ഉണ്ടോ? കാരണം രാജാവ് തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിച്ച ആളാണ്. അത്ര ഒരു മഹാനാണ്. അവർ മഹാനെ നോക്കിക്കൊണ്ട് ഇവർ കരയണമെന്നുണ്ടെങ്കിൽ ഭാര്യ അത്രയും എത്താത്തൊരു ടൈപ്പല്ലേ. അപ്പോൾ നമ്മൾ ഈ കരച്ചിലൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ടാണ്. ചിലപ്പം എന്തുകൊണ്ടാണ് കരയണമെന്നുള്ളത് നമുക്കറിയില്ല. വാസ്തവം ഓരോരുത്തരുടെയും കരച്ചിലിന് ഓരോ അനുഭവങ്ങളാണ്. ഏതായാലും തൻ്റെ ഭർത്താവ് മരിച്ചപ്പം ഈ അമ്മ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടേക്ക് കടന്നു വരുന്നു ഒരാൾ. ചിതിം ധാരുമയും ചിത്വാ ചിത്വാ തസ്യാം പത്ന്യൂ കളേബരം അദീപ്യചാനുമരണേ വിലബന്തി മനോധതേ. തൻ്റെ ഭർത്താവിൻ്റെ ശരീരം ചിതയിലേക്കിട്ട് താനും ആ ചിതയിലേക്ക് ചാടി ശരീരം ഉപേക്ഷിക്കാൻ അവൾ നിശ്ചയിച്ച് തയ്യാറാക്കുന്ന സമയത്ത് തത്ര പൂർവതരക്കസ്യൽ സഖാ ബ്രാഹ്മണാത്മവാൻ. പണ്ട് പുരഞ്ജനൊരു സഖാവുണ്ടായിരുന്നു പറഞ്ഞില്ലേ? ഇവിടെ ഒരു സഖാവായ രൂപത്തിൽ ബ്രാഹ്മണ ആര് വന്നു? ഒരു ബ്രാഹ്മണൻ എത്തിച്ചേർന്നു. അവിടെ ചെന്ന് സാന്ത്വയൻ വൽഗുണ സാംന തമാഹരുദിം പ്രഭോ. ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ബ്രാഹ്മണ ഉവാച, ബ്രാഹ്മണൻ പറയാണ്, കാത്തും കസ്യാസി കോവായം ചയാനേയസി ശോചസി ജാനാസി കിം സഖായം മാം ഏനാഗ്രേ വിചർത്തഃ. നീ ആരാണ്? തും ക, കുട്ടി ആരാണ്? കുട്ടി ആരുടെ മകളാണ്? കസ്യാസി ആരുടെ മകളാണ്? കുട്ടി ആർക്ക് വേണ്ടിയിട്ടാണ്? ശയാനേവായം കോയം, ധാരാണ് കുട്ടിയുടെ കരയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? യസ്സി ശോചസി, ആർക്ക് വേണ്ടിയിട്ട് കരയണു? എന്തിനാ കുട്ടി ഇങ്ങനെയൊക്കെ കരയുന്നത്? ഞാൻ കുട്ടിയുടെ മുഖം എന്നിലേക്ക് തിരിക്കൂ. ഞാൻ എവിടെയെങ്കിലും കുട്ടിയെ കണ്ടതായിട്ട്, കുട്ടി എന്നെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ജാനാസിക്കും സഹായം മാം, എന്നെ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആ ബ്രാഹ്മണൻ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു നിമിഷം ആ പെൺകുട്ടി ആ ബ്രാഹ്മണൻ്റെ മുഖത്തേക്ക് നോക്കി. ആരാ ഇങ്ങനെ ഭർത്താവിൻ്റെ അടുത്ത്, മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യ കരയുമ്പോൾ ആരെങ്കിലും ചോദിക്കുക ആർക്ക് വേണ്ടി കരയണോ, എന്തിനു വേണ്ടി കരയണോ എന്നൊക്കെ കണ്ടറിയില്ലേ? പക്ഷെ ബ്രാഹ്മണൻ ചോദിക്കുന്നു, എന്നെ എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ എന്ന്. അപ്പം ദേവിക്ക് എവിടെ, ഈ പെൺകുട്ടിക്ക് എവിടെയോ ഒരു ഓർമ്മ വരുന്നുണ്ട്. ഉടനെ തന്നെ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ പറയാം ദേവി, ദേവിക്ക് ഓർമ്മയില്ലെങ്കിലും
അഭിസ്മരസി ച ആത്മാനം അവിജ്ഞാതസഖം സഖേ. ഞാൻ ആരാരെന്നറിയോ? ദേവിയുടെ അവിജ്ഞാത സഖാവാണ് ഞാൻ. ദേവിക്ക് ഒരിക്കലും എന്നെ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷേ എനിക്കറിയാം ദേവി ആരാണ്. നമ്മൾ രണ്ടുപേരും ആരായിരുന്നു എന്നറിയോ? ഹംസോവഹം ഛത്വം ചാര്യാം സഖായോ മാനസായനോ അഭൂതാമന്തരോ അന്തരാവൗക സഹസ്രപരിവത്സരാൻ. നമ്മൾ രണ്ടുപേരും മാനസായനോ, മാനസ സരോവരിലെ ഹംസോവഹം ഹംസങ്ങളായിരുന്നു എന്നാണ്. ഞാനും ദേവിയും എത്രയോ സഹസ്രവത്സരങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു? മാനസ സരോവരിലെ ഹംസങ്ങളായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൈലാസത്തിലുള്ള മാനസരോവരം എന്നൊന്നും അർത്ഥമെടുക്കരുതേ. ഇവിടെ പറയുന്നത് മാനസാകുന്ന സരസ്സിലെ രണ്ട് ആളുകളായിരുന്നു ഞാനും നീയും എന്ന് പറയുമ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഉപനിഷത്തിലെ ഒരു തത്വമാണ്. മുണ്ടകോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിൽ, അത് ഏകാദശ സ്കന്ധത്തിലും വരും. ഭഗവാൻ പറയും, ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഇത് വിസ്തരിക്കും, ഉപനിഷത്തിലെ തത്വങ്ങൾ വിസ്തരിക്കും. ഉപനിഷത്തിൽ പറയും, ദ്വാ സുവർണാ സയുജാ സഖായാം സമാനം വൃക്ഷം പരിഷസ്സജാതേ തയോരന്യ പിപ്പലം സാധു അത്തി തയോരന്യം അനസ്നന്യ അഭിജാഗശീകി. എന്താ പറയുന്നത്? മുണ്ടകോപനിഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 1-2 ശ്ലോകങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. പറയാണ്, ദ്വാ സുവർണ സയുജാ സഖായ. ദ്വാ സുവർണ, 2 ചിറകുകളുള്ള 2 പക്ഷികൾ എവിടെയുണ്ട്? സമാനേ വൃക്ഷേ, ഒരേ വൃക്ഷത്തിൽ, ഒരു വൃക്ഷത്തിൽ ഒരേപോലെയുള്ള ചിറകുകളുള്ള 2 പക്ഷികൾ. നല്ലൊരു ഉപമയാണത്. ഒരു പക്ഷി താഴത്തെ കൊമ്പിലും ഒരു പക്ഷി മുകളിലത്തെ കൊമ്പിലും. താഴെയുള്ള പക്ഷി പിപ്പളം സ്വാദു അത്തി, ആ വൃക്ഷത്തിലുള്ള പഴങ്ങളൊക്കെ കൊത്തി തിന്നുന്നുണ്ട്. അനസ്നൻ അന്യ, മറ്റേ പക്ഷിയാണെങ്കിലോ ഒന്നും കഴിക്കാതിരിക്കുന്നുണ്ട്. ഈ കൊത്തി തിന്നുന്ന പക്ഷി സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഹ്യമാന. കൊത്തി തിന്നുന്ന പക്ഷി അത് പുളിക്കുന്നതാണെങ്കിൽ പുളിയുടെ അനുഭവം കാണിക്കും, മധുരം ഉള്ളതാണെങ്കിൽ മധുരമുള്ള അനുഭവങ്ങൾ കാണിക്കും. ഇങ്ങനെ അനീശയാ ശോചതി, കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം, കിട്ടിയാ സന്തോഷം, ഇങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങൾ താഴെയുള്ള പക്ഷി കാണിക്കണു. എന്നാൽ മുകളിലത്തെ പക്ഷിയോ ഒരേപോലെ ഇരിക്കണം. ഒരു നിമിഷം ഈ താഴെ ഇരിക്കുന്ന പക്ഷി മുകളിലേക്ക് നോക്കിയപ്പോൾ, അരേ എന്നെപ്പോലെ ഒരു പക്ഷിയോ? ഈ പക്ഷി ഞാൻ ഒരു സാമാന്യമായിട്ട് ഒരുപോലെയാണല്ലോ. അവൻ വളരെ ശാന്തനാണല്ലോ, സ്വസ്ഥനാണല്ലോ, വളരെ സന്തോഷവാനാണല്ലോ. എന്നാൽ അവൻ്റെ സന്തോഷവും അവൻ്റെ സുഖവും അവൻ്റെ ശാന്തിയും എനിക്ക് കിട്ടാൻ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവട്ടെ എന്ന് കരുതി പതുക്കെ പതുക്കെ ചാടി ചാടി അവൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ദൃഷ്ട്വായ യഥാ പശ്യത്യന്യമീശം അസ്യ മഹിമാനം ഇതി വീതശോക. അവിടെ എത്തിച്ചേരുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ രണ്ടുപേരും ഒന്നാണെന്ന്. ആ മുകളിലിരിക്കുന്ന പക്ഷിയും താഴെയിരിക്കുന്ന പക്ഷിയും ഒന്നാണെന്ന് ബോധ്യം വന്നു എന്നാണ്. ഏത് വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്? ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ ഇവിടെ 2 കൊമ്പുകളിൽ, ഒന്ന് മനസ്സാകുന്ന കൊമ്പും ഒന്ന് ബുദ്ധിയാകുന്ന കൊമ്പും. മനസ്സാകുന്ന കൊമ്പിലിരിക്കുന്ന പക്ഷിയാണ് ജീവാത്മാവെന്ന് പറയുന്നത്, ബുദ്ധിയാകുന്ന കൊമ്പിലിരിക്കുന്ന പക്ഷിയാണ് പരമാത്മാവെന്ന് പറയുന്നത്. ജീവാത്മാവ് ഇന്ദ്രിയങ്ങളിലൂടെ ലോകങ്ങളിൽ വ്യാപരിച്ച് പല അനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ സുഖവും ദുഃഖവും ജയവും പരാജയവും മാനവും അപമാനവുമായിട്ട് മുകളിലേക്ക് ഉയരുന്നു, താഴേക്ക് വീഴുന്നു, ഉയരുന്നു, താഴുന്നു. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴാണ് മനസ്സിലാകുന്നത്, ശാസ്ത്രത്തിലൂടെയും ഗുരുക്കന്മാരിലൂടെയും മനസ്സിലാകുന്നത്, ഇതിന് മുകളിലിരിക്കുന്ന കൊമ്പിലിരിക്കുന്ന പക്ഷിയും ഞാനും ഒന്നാണല്ലോ. ഏത് പക്ഷി? ഏത് കൊമ്പിലിരിക്കുന്ന പക്ഷി? ബുദ്ധിയാകുന്ന കൊമ്പിലിരിക്കുന്ന പക്ഷി. അവിടെ നിന്ന് സാധനാനുഷ്ഠാനങ്ങളിലൂടെ, നിരന്തരമായ അഭ്യാസത്തിലൂടെ, ഉപാസനയിലൂടെ താഴെയിരുന്ന കൊമ്പിൽ നിന്നും പതുക്കെ 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 ആ കൊമ്പിലേക്ക് സമബുദ്ധിയിലൂടെ എത്തിച്ചേരുമ്പോൾ മനസ്സിലാവുന്നു, അസ്യ മഹിമാനം, ഇതായിരുന്നു വാസ്തവത്തിൽ എൻ്റെ മഹിമ എന്ന് പറഞ്ഞു. വീതശോക, എല്ലാ ദുഃഖങ്ങളും പോകുന്നു. ഇതുപോലെ ഞാനും ദേവിയും ഒരേ തടാകത്തിലെ ഹംസങ്ങളായിരുന്നു. ദേവി എന്ത് ചെയ്തു? സത്വം വിഹായമം ബന്ധോ ഗതോ ഗ്രാമ്യമതിർമഹിം വിചരൻ പദം അദ്രാക്ഷി കയാചൻ നിർമ്മിതം സ്ത്രീയ. എന്നെ വിട്ടുകൊണ്ട്, വിഹായമാം ബന്ധു, ബന്ധുവായ എന്നെ വിട്ടുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ, ഗ്രാമ്യമതിർമഹിം, ഇന്ദ്രിയ സുഖങ്ങളാണ് സുഖമെന്ന് കരുതിക്കൊണ്ട് ദേവി ഇവിടെ നിന്ന് പോയിട്ട് പിന്നീട് പല പല ശരീരങ്ങളെടുത്ത് ഇപ്പോൾ സ്ത്രീയാ നിർമ്മിതം, ഒരു സ്ത്രീയുടെ ശരീരം എടുത്തിരിക്കുകയാണ് ദേവി.
എന്ന് ഞാൻ പറയാം ദേവി. അതുകൊണ്ട് ദേവി പഞ്ചരാമം നവദ്വാരം മേഘപാലം ത്രികോഷ്ടകം ഷഡ്കുലം പഞ്ചവിപണം പഞ്ചപ്രകൃതിധവം പഞ്ചേന്ദ്രിയാർത്ഥ ആരാമദ്വാര പ്രാണാ നവപ്രഭോ തേജോഭന്നാനി കോഷ്ടാനി കുലമിന്ദ്രിയ സംഗ്രഹ. ശരീരത്തിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഈ ശരീരങ്ങൾ 5 പൂന്തോട്ടങ്ങളുണ്ട്, നവദ്വാരങ്ങളുണ്ട്, 3 നിലകളുണ്ട്, ഷഡ്കുലം 6 കച്ചവടക്കാർ ഇതിൻ്റെ അകത്തുണ്ട്, പഞ്ചപ്രകൃതിയുണ്ട്, 3 സ്വഭാവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രകാരമുള്ള ശരീരത്തെ ഇപ്പോൾ ദേവി എടുത്തിരിക്കുകയാണ്. ഇനി ദേവിയോട് എനിക്ക് പറയാനുള്ളത്, വാസ്തവത്തിൽ ദേവി ഞാനും ദേവിയും ഒന്നു തന്നെയാണ്. അഹം ഭവാൻ നച്ചാന്യ ത്വം ത്വമേവാഹം വിചക്ഷപോ നനോ പശ്യന്തി കവയ ഛിദ്രം ജാതുമനാഗവി. ഞാനും ദേവിയും തമ്മിൽ അല്പം പോലും വ്യത്യാസമില്ല, എന്നാ അല്പം പോലും പശ്യന്തി കവയ. അതുകൊണ്ട് ദേവി ഇവിടുന്ന് യഥാ പുരുഷമാത്മാനം ഏകാദശക്ഷുഷോ ദിതാബോധമവിച്ഛേദ തത്രൈവന്തരമാവയോ. നമ്മൾ രണ്ടും വ്യത്യാസമില്ലെങ്കിൽ ദേവി എന്തിന് ശരീരം നശിപ്പിക്കണം? ദേവി വരൂ, എൻ്റെ കൂടെ വരൂ, ഈ മനസ്സിനെ ആത്മാവായിരിക്കുന്ന ബന്ധുവായിരിക്കുന്ന എന്നിലേക്ക് ഉയർത്തൂ എന്ന് പറഞ്ഞ് ഏവം സമാനസോ ഹംസോ ഹംസേന പ്രതിബോധിതാം സ്വസ്ഥസ്ഥൽ വ്യഭിചാരേണ നഷ്ടമാവ പുനഃസ്മൃതിം. അവിടെ വെച്ച് ആ ഹംസം ആണെന്ന് പറഞ്ഞതും പ്രതിബോധിത എന്ത് തിരിച്ചു കിട്ടി? പ്രതിബോധം, നഷ്ടപ്പെട്ടു പോയ ബോധം തിരിച്ചു കിട്ടി. നഷ്ടമാവ പുനഃസ്മൃതിം, തൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്മൃതി തിരിച്ചു കിട്ടിയിട്ട്, ആ വിവേകം തിരിച്ചു കിട്ടിയിട്ട് പിന്നീട് അവിടുന്ന് തിരിച്ചു പോവുകയാണ്, ആ ബ്രാഹ്മണൻ്റെ കൂടെ പോവുകയാണ്. ഗീതയിൽ അവസാനം ഇതാണല്ലോ അർജുനൻ പറയുന്നത്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്മൃതി എനിക്ക് തിരിച്ചു കിട്ടി, ഇനിയിപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി. സ്ഥിതോസ്മി ഗതസന്ദേഹം എന്ന് അർജുനൻ പറയുന്നത് പോലെ നഷ്ടോ സ്മൃതിൽ ലബ്ധ്വാ ത്വൽപ്രസാദാൽ, ഭഗവാനെ അവിടുത്തെ പ്രസാദം കൊണ്ട് എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്മൃതി തിരിച്ചു കിട്ടി എന്ന് പറയുന്ന പോലെ ഈ പെൺകുട്ടിക്ക് അത് തിരിച്ചു കിട്ടി, ആ ബ്രാഹ്മണൻ്റെ കൂടെ പോയി എന്നാണ്. രാജാവിനോട് ചോദിക്കുകയാണ് നാരദ മഹർഷി, അങ്ങക്ക് മനസ്സിലായോ ഈ കഥ? ഉടനെ പ്രാചീന ബർഹിസ് പറയാണ്, കഥയാണെന്ന് മനസ്സിലായിരുന്നു, ഇതൊരു കഥയാണെന്ന് മനസ്സിലായിരുന്നു. ഉടനെ നാരദ മഹർഷി പറഞ്ഞു, പൊട്ടൻ രാജൻ, ഇതൊരു കഥയല്ല, ഇത് അങ്ങയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന്. ഈ പുരഞ്ജനനും പുരഞ്ജനിയും ഒക്കെ അങ്ങയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന്. രാജാവ് പറഞ്ഞു, മനസ്സിലായില്ല എന്ന്, ഇതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന്. അപ്പം അതിൻ്റെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി 29ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പറഞ്ഞ കഥയുടെ പരിപൂർണ തത്വങ്ങളാണ് 29ാമത്തെ അധ്യായത്തിൽ. ഭാഗവതത്തിൽ ഒരു കഥയ്ക്ക് മാത്രമേ തത്വങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ്? ആരാണ് പുരഞ്ജനൻ? ഓരോ വാക്കുകളുടെയൊക്കെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. പുരുഷം പുരഞ്ജനം വിദ്യാൽ. ആരാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെയാണ്, മനസ്സിനോട് ചേർന്നിരിക്കുന്ന ചൈതന്യത്തെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ജീവാത്മാവെന്ന് പറഞ്ഞാൽ മനസ്സിനോട് ചേർന്നിരിക്കുന്ന, അവിവേകത്തോട് ചേർന്നിരിക്കുന്ന, വികാരങ്ങളോട് ചേർന്നിരിക്കുന്ന ചൈതന്യത്തെ ജീവാത്മാവെന്നും, വിചാരത്തോട് ചേർന്നിരിക്കുന്ന, ബുദ്ധിയോട് ചേർന്നിരിക്കുന്ന, വിവേകത്തോട് ചേർന്നിരിക്കുന്ന ചൈതന്യത്തെ പരമാത്മാവെന്നും പറയുന്നു. അപ്പോൾ ഒരേ ചൈതന്യത്തിന് ജീവാത്മാവാനും സാധിക്കും, പരമാത്മാവാനും സാധിക്കും. ജീവാത്മാവിന് ചഞ്ചലതയുണ്ട്, എന്നാൽ പരമാത്മാവിന് ചഞ്ചലതയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്ന കൂടസ്ഥ പുരുഷനും അക്ഷരപുരുഷനും എന്നൊക്കെ പറയുന്നത്. 15ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഈ പുരുഷൻ, ഈ ജീവാത്മാവ് യത് വ്യനക്തി ആത്മനപുരം, ഈ ജീവാത്മാവിൻ്റെ സൃഷ്ടിയാണ് ഏത്? ഈ പുരം. ഈ പുരം എന്ന് പറഞ്ഞാൽ അർത്ഥം ശരീരം. ഏക ദ്വി ത്രി ചതുഷ്പാദം എങ്ങനെയൊക്കെയാണ് കടന്നു വരുന്നത്? ആദ്യം ഒരു പാദമുള്ളത്, പിന്നീട് 2 പാദമുള്ളത്, 3 പാദമുള്ളത്, 4 പാദമുള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ജീവാത്മാവ്